ആലപ്പുഴക്കാരുടെ ഉറക്കം കെടുത്തുകയാണ് കുറുവാ സംഘം. രാത്രി വൈകിയും പോലീസിനൊപ്പം ചേർന്ന് ചെറുവടികളും കമ്പുകളുമൊക്കെയായി നാട്ടുകാരും കുറുവാ സംഘത്തിനായുള്ള തെരച്ചിലിലാണ്. തെരച്ചിലിനൊപ്പം 24 സംഘവും ചേർന്നു കുറുവയെ തേടിയുള്ള ആ യാത്രയിലേക്ക്. പിടിക്കാൻ കടുവകയാകുകയാണ് കേരള പോലീസ് മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ നാട്ടുകാരും സംഘങ്ങളായി തിരിഞ്ഞ കുറുവക്കായൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇരുട്ടിന്റെ മറവിൽ എപ്പോൾ വേണമെങ്കിലും ഓടിയെത്താവുന്ന സംഘത്തെ തേടി നാട്ടുകാരും പോലീസും ഒരുപോലെ ഇറങ്ങിയിരിക്കുന്നു. ഒക്ടോബർ 29-ന് മണ്ണഞ്ചേരിയിൽ നടന്ന ആദ്യ മോഷണം. CCTVയിൽ നിന്ന് കുറുവാ സംഘമെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തിയത് മുതൽ ആലപ്പുഴയിലെ ജനങ്ങളുടെ ഉറക്കം കേട്ടുമാത്രം അറിയുന്ന ക്രൂര മോഷണ സംഘം ഏത് സമയവും അവരുടെ മുന്നിലേക്കും വരാം. സമ്പന്നരെന്നോ പാവപ്പെട്ടവരെന്നോ വ്യത്യാസമില്ലാതെ എവിടെയും ഇരച്ചുകയറി ഉള്ളതെടുത്തു കൊണ്ടുപോകുന്ന മോഷണ സംഘം. ആ ഭീതിയിൽ നിന്ന് കരകയറാൻ കുറുവയെ പിടികൂടുക എന്നുള്ളത് മാത്രമാണ് പോംവഴി. പോലീസിൽ മാത്രം ഭാരമേൽപ്പിക്കാതെ നാട്ടുകാരെയും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പുറത്തിറങ്ങി തിരയാൻ പ്രേരിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. മഴ തോർന്ന മണ്ണിൽ ചവിട്ടി കാടും മേടും താണ്ടി തിരച്ചിലാണ് മണ്ണഞ്ചേരി പുന്നപ്പുറ മേഖലയിലുള്ളവർ. തടയുന്നവരെ ആയുധങ്ങൾ ഉപയോഗിച്ച ക്രൂരമായി മുറിവേൽപ്പിക്കുന്ന കുറുവയെ നേരിടാൻ മരക്കമ്പും വടിയുമാണ് സ്വയം പ്രതിരോധത്തിന്. പട്രോളിംഗ് ശക്തമാക്കി നാട്ടിലെ ഓരോ മുക്കിലും മൂലയിലും കുറുവയെ തേടി പോലീസും. ബഹുമാനപ്പെട്ട SP സാറിന്റെ നിർദ്ദേശപ്രകാരം പല ടീമുകളായിട്ട് പട്രോളിംഗ് ടീമുകളായിട്ട് തിരിഞ്ഞ് സ്റ്റേഷനിലെ പോലീസുകാരെ പല ബൈക്കിലായിട്ടും അതുപോലെ തന്നെ മഫ്റ്റിയിലുമൊക്കെ ആയിട്ട് നാട്ടുകാരുടെയും കൂടെ സഹായത്തോടെ പെട്രോളിംഗ് അവരുടെ റെസിഡൻസ് അസോസിയേഷൻസ് ഉണ്ട്, അവരുടെയും കൂടെ സഹായത്തോടു കൂടി പല ടീമുകളായിട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. മണിക്കൂറുകളോളം നാട്ടുകാർക്കും പോലീസിനുമൊപ്പം 24 സംഘം നടത്തിയ യാത്ര പുലർച്ചെ 4 മണിയോടെ അവസാനിച്ചു. ആലപ്പുഴക്കാർക്ക് കുറുവയെ പേടിക്കാതെ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്ന രാത്രികൾ അധികം ദൂരത്തല്ലെന്ന വിശ്വാസത്തിൽ കുറുവ സംഘത്തെ കേരള പോലീസിലെ കടുവകൾ പിടികൂടുമെന്ന പ്രതീക്ഷയിൽ. ക്യാമറാമാൻമാരായ ഷിബിനും സുമിത്തിനുമൊപ്പം സുഹൈൽ മുഹമ്മദ്, മനീഷ് മഹിബാൽ, ആലപ്പുഴ.